Hello my dear students, welcome to Sarida's vlog. This is a part 12 of the chapter Solutions. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നിരുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചായിരുന്നു അല്ലേ. 4 ടൈപ്പ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പഠിച്ചിരുന്നു. അതിൽ 2 എണ്ണത്തിനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 2 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും കൂടി പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയായിരുന്നു? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് ദി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. ഇനി പഠിക്കാനുള്ളത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ആണ് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഞാൻ ഇന്നും പറയട്ടെ, എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് പഠിച്ചില്ലേ എല്ലാവരും? അത് പഠിച്ച കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. നമുക്ക് തുടങ്ങാം. ഈ ഒരു ടോപ്പിക് പഠിക്കാൻ വേണ്ടി നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് ഫ്രീസിംഗ് പോയിന്റ്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഓർ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ്? ഹൗ കൻ വി ഡിഫൈൻ ദാറ്റ്? അതറിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലാക്കിയെടുക്കാം. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് the vapor pressure of the liquid state becomes equal to the vapor pressure of the solid state. ഇപ്പൊ വേപ്പർ പ്രഷറിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് സ്റ്റേറ്റ് ഓഫ് ദാറ്റ് സോൾവെന്റ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ ഓഫ് ദി സോളിഡ് സ്റ്റേറ്റ് ഓഫ് ദാറ്റ് കമ്പോണന്റ്. വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഫോർ ഫ്രീസിംഗ് പോയിന്റ്? ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്, ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്, is the temperature at which the vapor pressure of the liquid state becomes equal to the vapor pressure of the solid state. ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ വേപ്പർ പ്രഷറും സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചർ ആണ് ആ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അഥവാ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഐസിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ടോപ്പിക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്രാഫ് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ. ഇവിടെ 3 ഗ്രാഫിക്കൽ പ്ലോട്ടുകൾ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ലിക്വിഡ് സോൾവെന്റിന്റെയാണ്. അതായത് ഒരു പ്യുവർ കമ്പോണന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ പ്ലോട്ട് ആണ്. ആൻഡ് ദാറ്റ് ഇസ് ദ ലിക്വിഡ് ഫോം. ഇവിടെ വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫ് വരച്ചിട്ടുള്ളത് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരുന്ന രീതിയിലാണ് കേട്ടോ. അതായത് ഹയർ ടെമ്പറേച്ചറിൽ നമുക്ക് വേപ്പർ പ്രഷർ, ആ ഒരു ലിക്വിഡ് സോൾവെന്റിന് ഒരു പർട്ടിക്കുലർ വേപ്പർ പ്രഷർ കിട്ടി. വീണ്ടും ടെമ്പറേച്ചർ നമ്മൾ കുറച്ചു വന്നപ്പോ വേപ്പർ പ്രഷർ കുറഞ്ഞു. അങ്ങനെ ഓരോ തവണയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോ വേപ്പർ പ്രഷർ സഡൻ ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടാണ് ഇത്. ഇനി ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്തു. ഈ പോയിന്റ് നോട്ട് ചെയ്തതാണ് അതിന്റെ എന്തായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദാറ്റ് സോൾവെന്റ്. അതായത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും ഈ സോളിഡിന്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആയത്. ഈ അബ്രപ്റ്റ് ആയിട്ട് സഡൻ ആയിട്ട് ഒരു ചേഞ്ച് വന്നു എന്ന് പറയുന്നത് ഈ ലിക്വിഡ് അതിന്റെ ഫേസ് മാറിയപ്പോഴാണ്. അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് ആയപ്പോഴാണ് പെട്ടെന്ന് തന്നെ വേപ്പർ പ്രഷർ ഡൗൺ ആയത്. കാരണം വോളറ്റിലിറ്റി കുറയില്ലേ, അപ്പൊ വേപ്പർ പ്രഷർ സ്വാഭാവികമായിട്ടും കുറയുമല്ലോ. കാരണം സോളിഡ് ആണ്, അപ്പോ ആ വോളറ്റൈൽ ചെയ്ത് പോവാനുള്ള നേച്ചർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ കുറയും. ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റിൽ കിട്ടുന്ന ഈ ടെമ്പറേച്ചറിനെ നമ്മൾ ഡിനോട്ട് ചെയ്തത് T0F കൊണ്ടാണ്. ആൻഡ് വാട്ട് ഈസ് T0F? ഇറ്റ് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. അതായത് ഈ ഒരു ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് T0F എന്ന് കൊടുത്തു. ഈ ടെമ്പറേച്ചറിൽ വെച്ചാണ് ലിക്വിഡ് ഫ്രീസ് ചെയ്തത്, അതായത് ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറിയത്. ഓക്കെ, ഇനി സൊല്യൂഷൻ എടുത്തു. നെക്സ്റ്റ്
അതായത് ഈ ലിക്വിഡ് ആയിട്ടുള്ള സോൾവെന്റിലേക്ക് നമ്മൾ കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്തു. സൊല്യൂട്ട് എങ്ങനത്തെ ആഡ് ചെയ്തത്? ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആണ് ആഡ് ചെയ്തത്. ഇങ്ങനെ ആഡ് ചെയ്തപ്പോ അതൊരു സൊല്യൂഷനായി മാറിയല്ലോ. ഇങ്ങനെ സൊല്യൂഷനായിട്ട് മാറുമ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, അതിന്റെ വേപ്പർ പ്രഷർ എപ്പോഴും കുറയുമെന്ന്. അതായത് പ്യുവർ സോൾവെന്റിനേക്കാളും വേപ്പർ പ്രഷർ കുറവായിരിക്കും ഒരു സൊല്യൂഷന്റെ. കാരണം ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഓൾവേസ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ ഇറ്റ്സ് വേപ്പർ പ്രഷർ. അതുകൊണ്ടാണ് ഇതിന് തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്ന് വേപ്പർ പ്രഷറും കുറച്ച് കൊണ്ടുവരുമ്പോ എന്താണ് ഇഫക്റ്റ് എന്ന് നോക്കി. വി ഗോട്ട് എ പ്ലോട്ട് ലൈക്ക് ദിസ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? ടെമ്പറേച്ചർ കുറച്ചു കൊണ്ടുവന്ന് ഈ ഒരു സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്തിയപ്പോഴും ഈ സൊല്യൂഷൻ ഫ്രീസ് ആയിട്ടില്ല. അതായത് സൊല്യൂഷൻ ഫ്രീസ് ആവണമെങ്കിൽ വി ഹാവ് ടു ഫർദർ ഡിക്രീസ് ദ ടെമ്പറേച്ചർ. അങ്ങനെ വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് വന്നപ്പോ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫ്രീസ് ആയി. ആ ടെമ്പറേച്ചർ നമ്മൾ നോട്ട് ചെയ്തു, ആൻഡ് ദാറ്റ് ഈസ് TF. TF എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. ഇപ്പൊ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ആക്ച്വലി ഫ്രീസ് ആവാനുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത് ഈ സൊല്യൂഷനിലുള്ള സോൾവെന്റ് ആണ്. അപ്പോ കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നമ്മൾ ആഡ് ചെയ്തത് ഒരു നോൺ വോളട്ടൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആണ് അല്ലെ? അപ്പോ അവിടെ വേപ്പർ പ്രഷർ ഉണ്ടാക്കാനുള്ള ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് അവിടുത്തെ സോൾവെന്റ് ആണ്. അപ്പൊ ഇതിലൂടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത് എന്താ? ലിക്വിഡ് സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് കൂടുതലുള്ളതിൽ നിന്ന് വീണ്ടും കുറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് എന്ത്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. Okay, and that is denoted by delta TF, that is the change in this temperature. Delta TF, that is the depression in freezing point of solvent. Delta TF is equal to T0F minus TF. ഇവിടെ T0F ന്റെ വാല്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹയർ ആണ് കമ്പയർഡ് ടു TF. ഇതിൽ നിന്ന് വ്യക്തമല്ലേ? ഓക്കെ, ഇതൊരിക്കലും മറക്കരുത്, നമുക്ക് വളരെ ആവശ്യമുള്ളതാണ് കേട്ടോ. Delta TF is equal to T0F minus TF. ഇനി ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഡെൽറ്റ പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ TF. അതായത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് പഠിപ്പിച്ചു തന്നപ്പോ ഞാൻ ഈ ഒരു ചേഞ്ച് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഡെൽറ്റ TF എന്നല്ല എഴുതിയിരുന്നത്, ഡെൽറ്റ TB എന്നായിരുന്നു. അതായത് വേറൊന്നുമല്ല, നമ്മൾ വേറെ ഒരു സൊല്യൂഷൻ കൂടി എടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ കുറച്ചും കൂടി നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തു. നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു. അതായത് ലിക്വിഡ് സോൾവെന്റിന്റെ എമൗണ്ട് കുറഞ്ഞു, സൊല്യൂട്ടിന്റെ എമൗണ്ട് കൂടി. വേപ്പർ പ്രഷർ സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരും. നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ എത്തിയപ്പോഴും അത് ഫ്രീസ് ആയില്ല, ഈ ഒരു ടെമ്പറേച്ചറിൽ എത്തിയപ്പോഴും ഫ്രീസ് ആയില്ല. വീണ്ടും ടെമ്പറേച്ചർ ലോവർ ചെയ്ത് വന്നപ്പോ ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിയപ്പോ അത് ഫ്രീസ് ആയി. അതായത് ഈ വേപ്പർ പ്രഷറിന് ഒരു ചേഞ്ച് വരുന്നുണ്ട് അല്ലെ? അതായത് ഈ ഒരു ഭാഗത്തുള്ള ചേഞ്ച് അല്ല, ഈ ലിക്വിഡ് സോൾവെന്റും ഇവിടെയുള്ള സൊല്യൂഷനും ഇത് സൊല്യൂഷൻ തന്നെയാണ്. അതായത് ഇവിടെ സൊല്യൂഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അങ്ങനെ കോൺസെൻട്രേഷൻ കൂടുമ്പോ നമ്മൾ അത് ഫ്രീസ് ചെയ്യാനുള്ള ടെമ്പറേച്ചറിലും വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. വേപ്പർ പ്രഷർ കൂടുമ്പോ ഇവിടെ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസും കൂടുന്നില്ലേ? അതുകൊണ്ടാണ് ഡെൽറ്റ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ TF എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ മുൻപ് പഠിച്ച കാര്യമാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൽ നിന്ന് ഡെൽറ്റ പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Chi-B, that means the mole fraction of the solute. അപ്പോ LHS ഈക്വൽ ആവുമ്പോ RHS ഉം എന്തായിരുന്നാലും ഈക്വൽ ആവുമല്ലോ. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞു തന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. ഞാനിത് മാറ്റാൻ പോവാണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ് എന്ത്? ഡെൽറ്റ TF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Chi-B. ദാറ്റ് ഈസ് ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു K ഇൻറ്റു Chi-B. K എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇനി വാട്ട് ഈസ് Chi-B? നമ്മൾ പഠിച്ചതാണ് NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB എന്നുള്ളത് അല്ലെ? പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ? ഡൈലൂട്ട് സൊല്യൂഷൻസിന് NB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി 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 ലെസ് ദാൻ NA. So we can neglect the value of NB in solution. Okay. അപ്പൊ നമുക്ക് ഫൈനലായിട്ട് NB ഡിവൈഡഡ് ബൈ NA എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ നമ്മൾ Chi-Bക്ക് പകരം NB ഡിവൈഡഡ് ബൈ NA എന്ന് എഴുതി.
ഇനി NB എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് WB ഡിവൈഡഡ് ബൈ MB ആൻഡ് NA is equal to WA ഡിവൈഡഡ് ബൈ MA. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോ നമ്മൾക്ക് K into MA into M എന്ന് കിട്ടി. വാട്ട് ഈസ് M? ദാറ്റ് ഈസ് WB ഡിവൈഡഡ് ബൈ MB into WA. അതാണ് മൊളാലിറ്റി. ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടേമിനെ മൊത്തം M എന്ന് കൊടുക്കാം. ഫൈനലി വി വിൽ ഗെറ്റ് ഡെൽറ്റ TF is equal to KF into M. That means ഡെൽറ്റ TF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മൊളാലിറ്റി. മൊളാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട്. അല്ലെ, വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഫോർ മൊളാലിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 kilogram ഓഫ് ദ സോൾവെന്റ്. അപ്പൊ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനോട് പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ TF എന്ന് പറയുന്നത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഏതൊക്കെ പ്രോപ്പർട്ടി ആണോ നമ്പർ ഓഫ് മോൾസിനോട് റിലേറ്റ് ചെയ്ത് വരുന്നത് അതെല്ലാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഡെൽറ്റ TF എന്ന് പറയുന്ന ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ സോൾവെന്റ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ഇനി when molality is unity delta TF will be equal to KF. എന്ന് വെച്ചാൽ എന്താ? When 1 mole of a solute dissolved in 1 kilogram of a solvent, we can say that that is 1 molal solution. So when molality is unity, then delta TF will be equal to KF. Now how can we define KF and what is KF? KF എന്ന് പറയുന്നത് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഇപ്പൊ KFന് പ്രത്യേക പേരൊക്കെ ഉണ്ട്. മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അഥവാ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഇനി നമുക്ക് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാം വളരെ ഈസി ആയിട്ട്. എങ്ങനെ കൊടുക്കാം? മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് depression in freezing point of solvent when molality is unity. Molality unity ആകുമ്പോൾ ഡെൽറ്റ TF KFനോട് ഈക്വൽ ആവുമെന്ന് പറഞ്ഞു. Then we can define molal depression constant as the depression in freezing point of solvent when molality is unity. Or cryoscopic constant is defined as depression in freezing point of the solvent when 1 mole of a solute dissolved in 1000 gram of a solvent or 1 kilogram of a solvent. ആ രീതിയിൽ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ പഠിച്ചു വെക്കണം. Next we have to study about the determination of a molar mass of solute. How can we determine the molar mass of the solute by knowing the delta TF? Okay. We already know that delta TF is equal to KF into M. നമ്മളിപ്പോ തന്നെ പഠിച്ചതാണ് അല്ലേ? ഡെൽറ്റ TF is equal to KF into M നുള്ള എക്സ്പ്രഷൻ നമ്മളിവിടെ കൊടുത്തു. ദാറ്റ് ഈസ് WB ഡിവൈഡഡ് ബൈ MB into WA. കിലോഗ്രാമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഇനി അത് ഗ്രാമിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ TF is equal to KF into WB into 1000 divided by MB into WA. And now this WA is taken in gram. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് MB. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ MB എടുത്തു. MB is equal to KF into WB into 1000 divided by delta TF into WA. So this is the expression for calculating the molar mass of the solute. നന്നായിട്ട് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രോബ്ലംസ് ചോദിക്കും. ഇതിലുള്ള ഓരോ കാര്യങ്ങളും എന്താ? വാട്ട് ഈസ് KF? ഇറ്റ് ഈസ് ദി മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. വാട്ട് ഈസ് WB? ഇറ്റ് ഈസ് ദി മാസ് ഓഫ് ദ സൊല്യൂട്ട്. ഡെൽറ്റ TF എന്ന് പറയുന്നത് ഇസ് എ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ് T0F minus TF. ആൻഡ് WA ഇസ് ദി മാസ് ഓഫ് ദി സോൾവെന്റ്. ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് ചിലപ്പോൾ WA കാണാനായിട്ട് ചോദിക്കാം, ചിലപ്പോൾ WB ചോദിക്കാം, ചിലപ്പോൾ MB ചോദിക്കാം, ഡെൽറ്റ TF, ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റിമറിച്ച് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിനനുസരിച്ച് എക്സ്പ്രഷൻ കൊണ്ടുവരണം. ഓക്കെ, ഇനി
മറ്റൊരു കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ് കെ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, എം എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. എങ്ങനെയാ അത് കോൺസ്റ്റന്റ് ആയി മാറുന്നത്? ദാറ്റ് ഇസ് എ മോളിക്കുലർ മാസ് ഓഫ് സോൾവെന്റ്. അതൊരിക്കലും മാറുന്നില്ല. അപ്പോ ഈ മോളിക്കുലർ മാസ് ഓഫ് സോൾവെന്റിന്റെ വാല്യൂ അനുസരിച്ച് ഈ കെ എഫ് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവെന്റിന്റെ നേച്ചർ അനുസരിച്ച് കെ എഫിന്റെ വാല്യൂസിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. That means the value of KF, it depends upon the nature of the solvent. അപ്പൊ ഓരോ സോൾവെന്റിനും കെ എഫ് വാല്യൂ വ്യത്യാസം ഉണ്ടാവും. And KF for water is 1.86 Kelvin kilogram per mole. That means the unit of KF എന്ന് പറയുന്നത് it is Kelvin kilogram per mole. അതും പ്രത്യേകം ശ്രദ്ധിക്കുക, മുൻപ് പഠിച്ചത് തന്നെയാണ്, അവിടെ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ യൂണിറ്റ് ഓഫ് കെ എഫ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് കിലോഗ്രാം പെർ മോൾ എന്നും പറയാറുണ്ട്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് അല്ലെ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അത് ഡിഗ്രി സെൽഷ്യസിൽ തന്നാലും കെൽവിനിൽ തന്നാലും ഒരു വാല്യൂ തന്നെ ആയിരിക്കും വരിക. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ, ഇപ്പൊ 0 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്, 100 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് -0 ആണ്. വി വിൽ ഗെറ്റ് 100. ഓക്കെ, ഇനി ഇത് കെൽവിനിലാക്കുമ്പോ 373 - 273. ഇപ്പോഴും നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത് 100 തന്നെയാണ് അല്ലെ. ഇതും 100 ആണ്, ഇതും 100 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് കിലോഗ്രാം പെർ മോൾ എന്നും എഴുതാം. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ തന്നാൽ ദാറ്റ് ഈസ് ഈക്വലന്റ് ടു 100 കെൽവിൻ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണെന്ന് പ്രത്യേകം ഓർക്കുക. സാധാരണ ഒരു ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് തന്നിട്ടുള്ളൂ എങ്കിൽ, അതായത് ഡെൽറ്റ ടി ഇല്ലാതെ ജസ്റ്റ് ഒരു ടെമ്പറേച്ചർ തന്നിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ അതിനെ കെൽവിനിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ നമ്മള് ഡെൽറ്റ ടി എഫ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പഠിച്ചു കഴിഞ്ഞു. പിന്നെ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതും പഠിച്ചു കഴിഞ്ഞു. ഇനി 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കാനുണ്ട്. അതായത് ഹൗ കാൻ വി ഫൈൻഡ് ഔട്ട് ദിസ് കെ എഫ് വാല്യൂ? ദർ ഇസ് എൻ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് ദിസ് കെ എഫ് വാല്യൂ, ദറ്റ് ഈസ് R into MA into TF whole square divided by delta H fusion into 1000. R എന്ന് പറയുന്നത് it is a universal gas constant. MA is the molecular mass of the solvent. Delta H fusion, അതായത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്, into 1000 ചെയ്ത് കഴിഞ്ഞാൽ we will get the value of KF. Okay, and the value of KF എന്ന് പറയുന്നത് it vary with the molecular mass of the solvent. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞതാണ്. അതായത് നേച്ചർ ഓഫ് സോൾവെന്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഈ KFന്റെ വാല്യൂ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് KB-യും കണ്ടുപിടിക്കാം. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ നമ്മൾ പഠിച്ച KB-യും ഇതേ ഒരു എക്സ്പ്രഷനിലൂടെ കണ്ടുപിടിക്കാം. അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഡെൽറ്റ H ഫ്യൂഷന് പകരം ഇവിടെ ഡെൽറ്റ H വേപ്പറൈസേഷൻ ആണ്. അതായത് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ആണ്. നമുക്ക് ഇത് കണ്ടുപിടിക്കാനൊന്നും വരില്ല, പക്ഷെ നമുക്ക് വാല്യൂ KB-യും അതുപോലെ തന്നെ KF എന്ന് പറയുന്നത് അറിയണം. ഓരോ സോൾവെന്റിനും KF-ഉം KB-യും വാല്യൂ ഡിഫറെന്റ് ആണ്. NCERT ടെക്സ്റ്റിൽ ഒരു ടാബുലാർ കോളം കൊടുത്തിട്ടുണ്ട്. അതായത് സോൾവെന്റും അതിനെ ബേസ് ചെയ്തിട്ടുള്ള KF വാല്യൂ ആൻഡ് KB വാല്യൂ ആൻഡ് ടെമ്പറേച്ചർ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അതൊന്ന് പഠിച്ചു വെക്കണം. അപ്പൊ അതിലൂടെ നമുക്ക് ഏതിനാണ് KF വാല്യൂ കൂടുതൽ, ഏതിനാണ് കുറവ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ടെമ്പറേച്ചർ എല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാം. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ആ ഒരു ടാബുലാർ കോളം കൂടി ഒന്ന് നോട്ട് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോ ഇതോടുകൂടി ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു പോകണം. ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും എക്സ്പ്രഷൻസ് നന്നായിട്ട് പഠിക്കുക. അതായത് ഡെൽറ്റ TF എങ്ങനെ കണ്ടുപിടിക്കാം, ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു T0F - TF എന്നുള്ളത്. പിന്നെ ഡെൽറ്റ TF കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഡെൽറ്റ TF = KF × M എന്ന്
ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പഠിച്ചു. ആൻഡ് ഓൾസോ വി സ്റ്റഡി അബൌട്ട് ദി ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ കെ എഫ് വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.